കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പിയിലൊരു പേഷ്യൻ്റ് വന്നു. 15 വയസ്സുള്ളൊരു പെൺകുട്ടി. അവിടെ പ്രസൻറ്റിങ് കംപ്ലയിൻസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കം, ക്ലാസ് ടൈമിൽ ഉറക്കം വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹെയർ ഫോള്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങളും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വൈറ്റമിൻ D3 നോക്കുമ്പോൾ വളരെ കുറവാണ്. 4 ആ കുട്ടിക്കുള്ളത്. ഇത് ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി. ഐ ആം ഡോക്ടർ അജീന ഷമീർ, ഡയറക്ടർ, ക്രസൻറ്റ് ഹോമിയോ ക്ലിനിക്, തിരൂർക്കാട്, മലപ്പുറം. വൈറ്റമിൻ D നമുക്ക് കിട്ടുന്ന മെയിനായിട്ട് 2 സോഴ്സാണുള്ളത്. ഒന്ന് നമുക്ക് സൺലൈറ്റിൽ നിന്ന്, ഒന്ന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്. സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏകദേശം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണിക്കിടയ്ക്കുള്ള വെയിൽ കൊള്ളുമ്പോൾ അത് സൺലൈറ്റിലെ അൾട്രാവയലറ്റ് റേസ് നമ്മളെ സ്കിന്നിൽ തട്ടി അതിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ D ഉണ്ടാകുന്നത്. രണ്ടാമത് നമുക്ക് ഡയറ്റ്. എന്തൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് വൈറ്റമിൻ D3 കിട്ടുന്നത്? മിൽക്ക്, മീറ്റ്, ചീസ്, ബട്ടർ, കോഡ് ലിവർ ഓയിൽ, അതേപോലെ മുട്ടയുടെ മഞ്ഞക്കരു, ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ D സപ്ലിമെൻറ്റ്സ് ആണ്. ഇനി ഇത്രയും വെയിൽ ലഭിക്കുന്ന നമ്മളെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വൈറ്റമിൻ D3 ഇത്രയും കുറഞ്ഞു കാണുന്നത് ആളുകളിൽ? അതിന് മെയിനായിട്ട് ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് എക്സ്പോഷറാണ്. നമ്മൾ ആരും ആ ഒരു ടൈം ഷെഡ്യൂളിൽ വെയിലിന് എക്സ്പോസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു പ്രശ്നം കൂടുതലായി കണ്ടത് തന്നെ നമുക്ക് ഒരു കോവിഡിൻ്റെ ടൈം നമ്മളെല്ലാവരും ഐസൊലേറ്റഡായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ വീട്ടിൽ ഒതുങ്ങി ആ ഒരു സെഡൻറ്ററി ഹാബിറ്റ് നമ്മൾ പഠിച്ചു. ആ ഒരു ടൈം മുതലാണ് നമുക്ക് വൈറ്റമിൻ D3 ഇത്രയും കുറഞ്ഞ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണാൻ തുടങ്ങിയത്. അതുപോലെ പുവർ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ Dയുടെ കണ്ടൻസ് വളരെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ, നമ്മളെ സ്കിന്നിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് വരുമ്പോൾ UV റേസ് നമ്മൾ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വൈറ്റമിൻ D ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് പോലുള്ള മെഡിസിൻസ്, അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ തുടർച്ചയായി കഴിക്കുമ്പോൾ വൈറ്റമിൻ Dയുടെ അബ്സോർപ്ഷൻ കുറക്കുന്നു. പിന്നെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ലൈക്ക് SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ ക്രോൺസ് ഡിസീസ് പോലുള്ള അസുഖമുള്ളവർക്കും വൈറ്റമിൻ D3 കുറഞ്ഞു കാണുന്നുണ്ട്. ക്രോണിക് ലിവർ, അതേപോലെ കിഡ്നി ഡിസോർഡേഴ്സ് ഉള്ളവർക്കും വൈറ്റമിൻ D3 കുറഞ്ഞു കാണുന്നു. വൈറ്റമിൻ D നമ്മുടെ കാൽഷ്യം മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് പല അസുഖങ്ങളും ലൈക്ക് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതുപോലെ ഡിപ്രഷൻ, ഡിമെൻഷ്യ, ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാതെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളെ സ്കിൻ ഹെൽത്തിന്, നെയിൽ ഹെൽത്തിന് വൈറ്റമിൻ D3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് വൈറ്റമിൻ D3 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായ ക്ഷീണം, നമ്മൾ മസിൽ, ബോൺ, ജോയിൻ്റൊക്കെ വീക്ക് ആവുക, ഭയങ്കര പെയിൻ, ബോൺ പെയിൻസ് വരിക, കിടന്നാലും പുറം വേദന, അതേപോലെ ഹെയർ ഫാള്, ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കം വരിക, സ്ലീപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. വൈറ്റമിൻ D ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസ്, സ്ട്രെസ്സൊക്കെ കുറക്കുന്നുണ്ട്. അതുപോലെ സെറട്ടോണിൻ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യിക്കുന്നു. അതുവഴി നമുക്ക് ഡിപ്രഷൻ, പിന്നെ ഡിമെൻഷ്യ, ലോസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം, തലവേദന, ഹെയർ ഫോള്, ജോയിൻസിലൊക്കെ സിവിയറായിട്ട് പെയിൻ വരിക, മസിൽ വീക്ക്നെസ്, ഫറ്റീഗ്, ക്രാംസ് വരിക, ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. വൈറ്റമിൻ D3 നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് വേണ്ടത് 30 to 100 ആണ്. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം ആളുകളിലും വളരെ കുറവായി ബിലോ 20 ആണ് കാണുന്നത്. ഇനി വൈറ്റമിൻ D കൂടിക്കഴിഞ്ഞാലോ? അത് വൈറ്റമിൻ D ടോക്സിസിറ്റി, നമ്മളെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുന്നു. അത് നമ്മളെ ബോൺസിനൊക്കെ പ്രയാസം ഉണ്ടാക്കും, ഈസിലി ബ്രിറ്റിലാവും, നമ്മൾ വീണ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ വിശപ്പ് കുറക്കുന്നു, നോസിയ, വൊമിറ്റിംഗ്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ കൂടും, നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാക്കും. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമുക്ക് ഡയറ്റിലൂടെയും അതുപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷറിലൂടെയും നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. പക്ഷേ വളരെ ലോ ആയിക്കഴിഞ്ഞ്
വൈറ്റമിൻ D3 ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10 താഴെയൊക്കെ ആകുമ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ് എടുത്തേ തീരൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൂടെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.